മേ ഐ കം ഇൻ, സർ? യെസ്, കം ഇൻ. എന്നെ ഓർമ്മയുണ്ടോ? കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഐ എം ബാലൻ. ആ, ഇരിക്കും. സിഗരറ്റ്? നോ താങ്ക്സ്. വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. തുറന്ന് ചോദിക്കുന്ന വിഷമം തോന്നരുത്. എത്ര പേരുടെ കുടുംബം ഇതിനകം കലക്കിയിട്ടുണ്ട്? വാട്ട് യു മീൻ? വേണ്ട, അഭിനയമൊന്നും വേണ്ട. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടാ സംസാരിക്കുന്നത്. സുജാത എന്റെ സ്വന്തം സഹോദരിയെ പോലെയാ. ആ വീട്ടിൽ എന്നെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷേ ഇന്നവിടെ ശാന്തിയും സമാധാനവും ഇല്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ നിങ്ങളാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ? നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, പക്ഷെ എക്സൈറ്റഡ് ആവരുത്, പ്രഷർ കൂടും. എടോ, ഇംഗ്ലീഷ് ചുമ്മാ കയറി അങ്ങ് പറഞ്ഞുകൊണ്ടോ കോട്ടും പാന്റും ഇട്ടുകൊണ്ടോ ഒരു ജെന്റിൽമാൻ ആകില്ല. നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു വൃത്തികെട്ട നാറിയ. Get out from here. Get out, I say. Yes, Kumar here. How are you? I am fine. അല്പം വെയിറ്റ് ചെയ്യൂ. അത് സീരിയസ് ആയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ടിരിക്കുക. ഇത്തരത്തിൽ നാം ബന്ധപ്പെടേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എനിക്കിവിടുന്ന് ട്രാൻസ്ഫറാണ്. അതുകൊണ്ടാണ് കയ്യോടാകാമെന്ന് കരുതിയത്. കോളർ നേരെയാക്കാൻ ഞാൻ കഥ തുറക്കാൻ പോവാം. ബൈ. ഞാൻ വീട്ടിൽ പോവാ. അല്ല, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എനിക്കൊരു ക്ഷമയില്ലേ? ഇവിടുന്ന് പോയാൽ രവേട്ടന്റെ ഈ സ്ഥിതി കാണണ്ടല്ലോ. ഈശ്വരനുണ്ടെങ്കിൽ രവേട്ടന്റെ ഈ സ്വഭാവം മാറ്റി തരട്ടെ. ഞാൻ വീട്ടിൽ പോവാന്ന് പറയുമ്പോ സ്നേഹമുണ്ടെങ്കിൽ എന്നോട് പോകണ്ടെന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോവും. പക്ഷെ അമ്മയോ അമ്മാവനും ചോദിച്ചാൽ എന്തെങ്കിലും പറയാം. രവി എന്താ ഈയിടെയായി എപ്പോഴും മൂടിയായിട്ട്? ഒന്നുമില്ല. നോ, യു ആർ ലൈങ്. എന്തോ കുടുംബ പ്രശ്നമുണ്ട്. ശരിയാണ്. എന്റെ വീട്ടിലെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ? ഞാനും എന്റെ ഭാര്യയും തമ്മിൽ സംസാരിച്ചിട്ട് ആഴ്ചകളായി. ദാറ്റ് ഈസ് ടു ബാഡ്. നാം എന്തൊക്കെ നേടിയാലും അത് പൂർണ്ണമാകുന്നത് കുടുംബം സന്തോഷമായിരിക്കുമ്പോഴാണെന്നാണ് കല്യാണം കഴിച്ചവർ പറയുന്നത്. ഞാൻ കല്യാണം കഴിക്കാത്തതുകൊണ്ട് എനിക്കത് പറയാനാവില്ല. ഞങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു അകൽച്ച ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. സുജാത, ഷീ ഈസ് സോ നൈസ്. ഒരർത്ഥത്തിൽ ഇടയ്ക്കിടെ കലഹങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുള്ള ബന്ധത്തിന്റെ ശക്തി കൂട്ടുമെന്നാണ് കല്യാണം കഴിച്ചവർ പറയുന്നത്. കഴിക്കൂ. My Sujata, she is so nice, so innocent. You know?
ലിസ, ഞാൻ ഇന്ന് രാത്രി തന്നെ ടൂറിന് പോവുകയാണ്. ഹോട്ടലിൽ റൂം റിസർവ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ റൈറ്റ്. രവിയെ ട്രീസ് തന്നെ വീട്ടിൽ കൊണ്ടാക്കണം. കൊണ്ടാക്കിയത് കൊണ്ടായില്ല, കൊണ്ടാക്കിയത് ട്രീസ് ഒറ്റയ്ക്കാണെന്ന് സുജാത ധരിക്കുകയും വേണം. ഒരു ഭാര്യയ്ക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദന അതാണ്. ഹരി, സുജാതെ, മിണ്ടാതിരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അതിനേക്കാളും വാശിയുണ്ടെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ മിണ്ടാതെ നിവർത്തിയില്ലല്ലോ. നീ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. ഞാനൊന്നും മറയ്ക്കുന്നില്ല. നല്ലതുപോലെ ആലോചിച്ച് നോക്കൂ. എനിക്ക് കൂടി അവകാശപ്പെട്ടത് എന്തോ നീ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. എനിക്കറിയില്ല. പിന്നെ ലക്ഷ്മിയമ്മ പറഞ്ഞതോ? ലക്ഷ്മിയമ്മ എന്ത് പറഞ്ഞു? കുഞ്ഞിരാരാരോ എന്ന്. വരും സുജാതെ, നമുക്ക് അല്പനേരം പുറത്തു പോയിരിക്കാം. വരും. മിസ്സസ് രവി ആണല്ലേ? മിസ്റ്റർ രവി ഇന്ന് അല്പം കൂടുതൽ കഴിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാക്കാമെന്ന് കരുതി. ബട്ട് നൗ ഹീസ് ഓൾ റൈറ്റ്. മിസ്റ്റർ രവി, അങ്ങോട്ടൊന്ന് മാറിയാൽ. രവികുഞ്ഞേ, രവികുഞ്ഞേ, ഞാനൊന്ന് അറിയില്ല. അതൊക്കെ എന്നാ പോയാട്ടെ. നമുക്കകത്തും എപ്പോൾ? മെഡിക്കൽ കോളേജിൽ? അങ്ങനെയാണോ? ആ ശരി, ഞാൻ ഉടനെ എത്താം. ശരി. ഞാൻ എന്റെ വീട്ടിൽ പോന്നു. കാരണം? സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. എന്തായാലും ഇവിടെ സ്ഥലമില്ലേ? ഉറങ്ങാൻ സ്ഥലം മാത്രം പോരല്ലോ, മനസ്സമാധാനവും വേണ്ടേ? ഓഹോ, അത് ശരി. ഇപ്പൊ മനസ്സിലായി. ഭർത്താവിൽ നിന്ന് നിനക്ക് കുറച്ചാൽ മാറി താമസിക്കണം. വിരോധമില്ല. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വരെ വന്നിട്ട് നിനക്ക് പോകാം. ഞാൻ എന്തിനാ വരുന്നേ? എന്റെ ഭാര്യ ആയതുകൊണ്ട്. കുമാർ ഒരു കാർ ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിലാണ്. ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ട്. ഭാര്യ എന്ന ബന്ധം തീരുന്നില്ലെങ്കിൽ എന്റെ കൂടെ അവിടം വരെ വരണം. എങ്ങനെയുണ്ട് ഡോക്ടർ? ഈ ഇത് ഞങ്ങൾ ഡോക്ടർമാരുടെ കഴിവാണെന്നൊന്നും വിശ്വസിക്കുന്നു. ആദ്യം കണ്ടപ്പോൾ യാതൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെന്തോ ഒരു ഈശ്വരാധീനമാണെന്നൊക്കെ വിചാരിച്ചാൽ മാത്രം മതി. ബൈ ദ ബൈ, എനിക്ക് മനസ്സിലായി. I'm ready. We are friends. ഓ, glad to meet you.
എന്നാൽ പേവാടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പുള്ളിക്കാരനോട് ഏതായാലും ഡ്രൈവിംഗിൽ അല്പം ഒന്ന് കെയർഫുൾ ആകാൻ പറയണം കേട്ടോ. അല്ലേ? മിനി, നീ ഇവിടെ കൂടെ വന്നതാ? ഓഹോ, നിന്റെ ഭർത്താവാണോ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാ. ഏതായാലും സുജാതയുടെ ഭർത്താവ് ഒരു ക്രൂരനാണെന്ന് തോന്നുന്നു. അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? അന്നിവള് ഏറ്റവും സുന്ദരിയായിരുന്നു. ഇപ്പൊ കണ്ട 10 പറ്റ മട്ടുണ്ട്. എത്ര കുട്ടികളുണ്ട് നിനക്ക്? ഞങ്ങൾ തുടക്കം കുറിക്കാനിരിക്കുന്നതേ ഉള്ളൂ. മിസ്റ്റർ ഗണേഷ് നിങ്ങളുടെ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇപ്പൊ ഒന്നും പറയാനാവില്ല. 2 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാനാവും. എന്നാൽ തന്നെ ബ്ലഡ് ആവശ്യമായിരിക്കും. ഈ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയറാണ്. വേണമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരി ഡോക്ടർ. പിന്നെ ഉച്ചതിരിഞ്ഞ് നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് പോവാം. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരട്ടെ? എന്നാ നമുക്കൊന്ന് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. വരൂ. കുമാറിന് ഭാഗ്യമുണ്ട് സുജയ്. നിന്റെ ബ്ലഡ് ചേരുന്ന ഗ്രൂപ്പാണ്. എന്റെ ബ്ലഡ് എടുക്കണ്ട. സുജാതെ, എന്റെ ബ്ലഡ് എടുക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ ബോധമില്ലാതെ സംസാരിക്കരുത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ജീവന്റെ പ്രശ്നമാണിത്. രവിയേട്ടൻ ഇത് മാത്രം എന്നോട് പറയരുത്. ഞാൻ ബ്ലഡ് കൊടുക്കില്ല. അയാൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. നീ എന്നോടുള്ള വൈരാഗ്യം തീർക്കാണില്ലേ? അതെന്താ അവൾ അങ്ങനെ പറയാൻ കാരണം? എനിക്കറിയില്ല ഡോക്ടർ. ഇതുവരെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാത്തതുകൊണ്ടുള്ള പേടിയായിരിക്കുമെന്ന് തോന്നുന്നു. ഡോക്ടർ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാൽ അവൾ കേൾക്കും. തിരക്ക് കൂട്ടണ്ട. ഞാൻ അവളെയും കൂട്ടി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോവാം. അതിനിടയിൽ സംസാരിക്കാനുള്ള സാവകാശം കിട്ടുമല്ലോ. ഓക്കെ. ഓഹോ, ഇങ്ങനെയൊക്കെയാണോ സംഗതികൾ? എന്റെ ജീവിതം തകർത്തത് ആ മനുഷ്യനാണ് മിനി. എന്റെ രവിയേട്ടനെ എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ബോധത്തോടെ ഒന്ന് കാണുന്നത് ഇന്നാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും തകർത്ത ആ മനുഷ്യന് ഞാൻ എന്തൊരു ബ്ലഡ് കൊടുക്കണം? നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊന്നും കൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു മനുഷ്യനെ മരിക്കാൻ അനുവദിച്ചുകൂടാ. എനിക്ക് വേണ്ടി നീ സമ്മതിക്കണം. ബാക്കിയുള്ളതിനൊക്കെ ഞാൻ പരിഹാരം കണ്ടെത്താം. എന്തു പറയുന്നു? ഞാൻ മിനി പറയുന്നത് പോലെ കേൾക്കാം. നീ എന്തിനാ ഇപ്പൊ പോകുന്നത്? എനിക്ക് പോണം. ഒറ്റയ്ക്ക് തിരിച്ചു വരേണ്ടി വരും. അടുത്തെങ്കിലും എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. നീ എങ്ങനെ പോവും? മിനിയുടെ കാറിൽ എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എവിടെയാണെന്ന് മനസ്സിലായില്ലല്ലേ? രണ്ടാമത്തെ ജന്മമാണെന്ന് വിചാരിച്ചാൽ മതി. എനിക്കൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഒന്നും ഓർമ്മിക്കണ്ട. ഓവർ സ്പീഡായിരുന്നു. കാർ തകർന്നതല്ലാതെ മറ്റപായമൊന്നും ഉണ്ടാകാത്തത് ഭാഗ്യം. രവി, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ ഈ വിവരമൊന്നും വീട്ടിൽ അറിയിക്കരുത്. എന്നെ ഈ നിലയിൽ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല, ഡോക്ടർ പോലും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ടേക്ക് റെസ്റ്റ്.
ഇല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടം വിട്ടു പോകണം. ഈ ആശുപത്രിയിലെ ജീവിതം എനിക്ക് തീരെ സഹിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് പോകാൻ ശ്രമിക്കാം. ഇപ്പൊ അധികം സംസാരിക്കണ്ട, ഉറങ്ങാൻ നോക്ക്. വരൂ, വന്ന് ഊണ് കഴിക്കുമോളെ. വേണ്ടമ്മേ, ഉച്ചയ്ക്ക് നീ ഒന്നും കഴിച്ചില്ലല്ലോ. വിശപ്പില്ലഞ്ഞിട്ടാണ്. രവിയേട്ടൻ വരും, വരാതിരിക്കില്ല. എന്നെ കാണാതെ എത്ര നാൾ അവിടെ കഴിയും? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗണേഷ്. ഇപ്പൊ എങ്ങനെയുണ്ട്? You are improving. Nurse, you continue ampicillin capsules and B-complex injection. Take rest. സിസ്റ്റർ, Yes. ആ പോയ ഡോക്ടറുടെ പേരെന്താണ്? Dr. Mini. I'll bring your medicines. പിന്നെന്തൊക്കെയാണ് ഗണേഷ് വിശേഷങ്ങൾ? മിനിക്ക് എന്നെ നേരത്തെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അതെന്ത് ചോദ്യം? അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡ്യൂട്ടി ഞാനായിരുന്നില്ലേ? പിന്നെ കണ്ടതായി ഭാവിക്കാത്തത്? ഞാൻ ഡ്യൂട്ടിയിലായിരുന്നതുകൊണ്ട്. ഇപ്പൊ ഞാൻ ഡോക്ടർ മിനിയല്ല, വെറും മിനിയാണ്. അതിരിക്കട്ടെ, വീട്ടിൽ നിന്ന് അച്ഛനും ആരും വന്നില്ലേ? ആരെയും ഞാൻ അറിയിച്ചില്ല. കാരണം? എന്നെ ഈ നിലയിൽ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. പഴയ വാശി ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? എനിക്കുടനെ ഇവിടെ നിന്ന് പോണം. നോ ചാൻസ്. ഇനി 5 ദിവസത്തേക്ക് കൂടി ബെഡ് റെസ്റ്റ് ആവശ്യമാണ്. എനിക്ക് ഈ ആശുപത്രിയിൽ കഴിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിനുള്ളിൽ മരുന്നിന്റെ മണം സത്യത്തിൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. ഡോക്ടർ പരീക്ഷയ്ക്ക് പഠിച്ചിരുന്ന ആളാണോ ഇങ്ങനെ പറയുന്നത്? അന്നൊന്നും ആശുപത്രിയിൽ നിന്നൊരു ലോകമുണ്ടെന്നോ അവിടെ മനസ്സ് മടുപ്പിക്കുന്ന ജീവിതങ്ങളുണ്ടെന്നോ ഗണേഷ് അറിഞ്ഞിരുന്നില്ലല്ലേ? ഇവിടെ മരണത്തിന്റെയും ജീവിതത്തിന്റെയും അകൽച്ച വളരെ കുറവാണ്. ഗണേഷ് ഇപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടെ വിട്ടുപോകാൻ മിനി എന്നെ അനുവദിക്കൂ. ഇനിയും 5 ഇഞ്ചക്ഷൻ കൂടി എടുക്കാനുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ല. പിന്നെ ഒരു പഴയ ഫ്രണ്ട് എന്ന നിലയിൽ എനിക്കൊരു സഹായം ചെയ്യാനാവും. ഗണേഷിന് എന്റെ ക്വാർട്ടേഴ്സിൽ കഴിയാം. വിരോധമില്ലെങ്കിൽ നാളെ തന്നെ പോകാം. ഞാൻ വരട്ടെ. ഞാനിവിടെ കിടന്ന് ശ്വാസം മുട്ടുകയായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ഇങ്ങനെയുള്ള ചുറ്റുപാടുകൾ വന്നു ചേരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. രവി പോയിട്ട് എത്ര നാളായി? ഇന്ന് 7ാമത്തെ ദിവസമാ. ഞാൻ ഓരോ ദിവസവും എന്നെയാ കഴിയുന്നേ. എന്നും വൈകുന്നേരം രവിക്കുഞ്ഞിന്റെ ഫോൺ വരും. സുജക്കുഞ്ഞ് വന്നോന്ന് ചോദിക്കും. എന്തൊക്കെയായാലും മനസ്സുകൊണ്ട് അവർക്ക് പിരിയാൻ കഴിയുമോ? അവര് തമ്മിലുള്ള പൊരുത്തം എനിക്കറിയാൻ വയ്യായോ? ആ, ഇതൊന്നും അത്ര കാര്യമായിട്ട് കണക്കാക്കാനില്ല. സുജക്കുഞ്ഞിന് സുഖമാണോ? എങ്കിൽ പിന്നെ ഞാനിവിടം വരെ വരണോ? അവളാണെങ്കിൽ ഒരുവ കഴിക്കുന്നുമില്ല, കുടിക്കുന്നുമില്ല. ആ, എല്ലാം നേരെയാവും. അല്ലാതെ എവിടെ പോനാ? എന്താ ഗണേഷ് ആലോചിക്കുന്നത്? മുമ്പ് എനിക്കൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ഇപ്പോഴെന്തും ആലോചിക്കാനേ ഉള്ളൂ. ആ, അതൊരു നല്ല കാര്യമാണ്. മുൻപ് ഒരിക്കലും ഞാൻ വിധിയിൽ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴെനിക്ക് വിധിയിലെ വിശ്വാസമുള്ളൂ. എന്തു പറ്റി ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ? ഞാൻ എന്റെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടുള്ളവരൊക്കെ ഇന്നെന്നെ സ്നേഹിക്കാൻ തുടങ്ങും.
അല്ലെങ്കിൽ മിനിക്ക് എന്നോട് തോന്നുന്ന കാരുണ്യം? എന്തുകൊണ്ടാണ്? എനിക്കിതിനൊക്കെ എന്ത് അർഹതയാണുള്ളത്? കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കൂ ഗണേഷ്. നമുക്ക് ഇനിയുള്ളതിനെ പറ്റി ആലോചിക്കാം. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഗണേഷിനോട് എനിക്ക് 3 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, ഗണേഷിന് ഒരിക്കലും തടിക്കരുത്. ഗണേഷിന്റെ ഇന്നത്തെ ആരോഗ്യസ്ഥിതിക്ക് എത്രയും തടി കുറയുന്നു അത്രയും നല്ലതാണ്. കാരണം ഭാരമുള്ളവർ ഭൂമിക്ക് ഭാരമാണ്. ഓ, എക്സ്ക്യൂസ് മീ. രണ്ടാമത്, ഗണേഷ് പുകവലി നിർത്തണം. മൂന്നാമത്, ഗണേഷ് എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണം. എന്ന് വെച്ചാൽ? ഗണേഷ് വിവാഹം കഴിക്കാൻ പാടില്ല. ഗണേഷിന്റെ ഇന്നത്തെ സ്ഥിതി അതാണ്. അപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു ജഡത്തോടാണ് മിനി ഇപ്പൊ സംസാരിക്കുന്നതെന്നർത്ഥം? ജീവിതം ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോന്നായി തോന്നും. പഠിക്കുന്ന കാലത്ത് എന്ത് രസമായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ നാം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഐ എം റിയലി ഹാപ്പി. അരുത് മിനി, എന്നോട് ഇത്തരത്തിൽ ദയവായി സംസാരിക്കരുത്. നിങ്ങളുടെ ഒന്നും ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റത്തിന് ഞാൻ അർഹനല്ല. ഇന്നത്തെ ശത്രുക്കൾ നാളത്തെ മിത്രങ്ങളാണെന്ന് പ്രിയ പണ്ടേ പറയുമായിരുന്നു. അതെത്ര ശരി അല്ലേ? ആ, യു ടേക്ക് റെസ്റ്റ്. ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. അവിടുന്ന് ഫോൺ വന്നത്. കുഞ്ഞെ, ഉണ്ണാൻ വന്നത്? എനിക്ക് വേണ്ട. ലക്ഷ്മി കൊണ്ടിട്ട് കിടന്നോളൂ. കുഞ്ഞു പോയി വിളിച്ച സുജക്കുഞ്ഞിങ്ങി വരും. കുഞ്ഞിന്റെ അത്ര മനസ്സിന് വളർച്ച സുജക്കുഞ്ഞിനില്ലെന്ന് കരുതിയാ മതി. ഞാൻ വിളിക്കേണ്ട കാര്യം എന്താ? അവക്കെങ്ങ് പോരാല്ലോ. കൈയൊന്ന് പൊങ്ങുകയും തലയൊന്ന് താഴുകയും ചെയ്തെങ്കിലേ പാത്രത്തിലെ ചോറ് കഴിക്കാൻ പറ്റും. സുജക്കുഞ്ഞിനാണെങ്കിൽ മനസ്സ് വിഷമിക്കാൻ പാടില്ലാത്ത സമയമായത്. സുജക്കുഞ്ഞ് ഗർഭിണിയാ. ലക്ഷ്മിയമ്മ പോയി കിടന്നോളൂ. എന്താ കുഞ്ഞെ? ലക്ഷ്മിയമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ വീട്ടിൽ പോയി സുജാതയെ കൂട്ടിക്കൊണ്ടുവരും. എനിക്ക് നിർബന്ധമൊന്നുമില്ല. അരുത്, ഇത് പാടില്ലാത്തതാണ്. വേണ്ട മിനി, ഇങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കാനുള്ള വില എന്റെ ജീവിതത്തിനില്ല. ഗണേഷിനിപ്പോ വേദാന്തം കൂടിപ്പോയെന്ന് തോന്നുന്നു. ഉറങ്ങാൻ നോക്കൂ. ഇല്ല, എനിക്കിനി ഒരിക്കലും ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാര്യം? ഞാൻ ഇന്ന് വരെ നയിച്ച ജീവിതം എന്റെ മുമ്പിൽ പല്ലളിച്ചു നിൽക്കുന്നു. ഗണേഷ് ഇപ്പൊ നന്നായി സാഹിത്യം പറയുന്നു. ഒരു കഥ പോലെ പറയാമെങ്കിൽ കേട്ടിരിക്കാൻ നല്ല രസം ഉണ്ടാവും. ഒരു കഥ പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ കൂടെ പഠിച്ച സുജാതയെ എനിക്ക് ഓർമ്മയുണ്ടോ? ഗണേഷിന്റെ കരണത്ത് ആദ്യമായി അടിച്ച പെൺകുട്ടിയെ ഞാൻ ഇങ്ങനെ മറക്കും? അന്നത്തെ സംഭവങ്ങളെല്ലാം ഞാൻ മറക്കണമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. എന്റെ കൂടെ മിനി കണ്ടയാൾ സുജാതയുടെ ഭർത്താവാണ്. ഞാൻ ആദ്യം പരിചയപ്പെടുമ്പോൾ അയാൾ നല്ലവനായിരുന്നു, ഏറ്റവും നല്ല ഭർത്താവായിരുന്നു. പക്ഷെ ഇന്ന് അവരുടെ ബന്ധമാകെ തകർന്നിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ ഞാനാണ്. സുജാതയുടെ സ്ഥാനത്ത് മിനിയായിരുന്നെങ്കിൽ എന്നോട് എന്ത് തോന്നുമായിരുന്നു? എനിക്കെന്നല്ല, ആർക്കും ഗണേഷിനോട് വെറുപ്പേ തോന്നും. ആട്ടെ, എന്തിനാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം തകർക്കാൻ നോക്കിയത്? കരണത്തടിച്ച വൈരാഗ്യം തീർക്കാനാണോ? അതെ. ഗണേഷ് കയ്യിൽ കടന്ന് പിടിച്ചപ്പോഴല്ലേ അവൾ കരണത്തടിച്ചത്? സുജാത എന്റെ അച്ഛന്റെ പേർക്ക് എന്നെ പറ്റി മോശമായൊരു കത്തെഴുതി. അനുഭവസ്ഥ എന്ന പേരിൽ അല്ലേ? അതെ. മിനിക്കെങ്ങനെ അറിയാം? എന്നോട് ക്ഷമിക്കൂ ഗണേഷ്, ആ കത്തെഴുതിയത് സുജയല്ല, ഞാനാണ്. അതിനെപ്പറ്റി സുജയ്ക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു. സത്യമാണോ മിനി ഇത്?
അന്ന് ഞാൻ ആ കത്തെഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു. ഗണേഷിന്റെയും സുജാതയുടെയും പഠിത്തം മുടങ്ങി. ഇപ്പോൾ സുജാതയുടെ ജീവിതത്തിന്റെ സുഖവും തീർന്നു. അന്ന് എനിക്ക് എന്തുകൊണ്ടോ അതൊക്കെ തുറന്നു പറയാൻ തോന്നിയില്ല. സത്യത്തിൽ ഇന്ന് ഗണേഷിനോട് ഇത് പറയുമ്പോഴാണ് എനിക്ക് തൃപ്തിയാവുന്നത്. അറിയാതെയാണെങ്കിലും ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കാനാവുന്നതല്ല ഗണേഷ്. അപ്പോൾ സുജാത നിരപരാധിയാണല്ലേ? ഇപ്പോൾ എന്റെ മനസ്സിന്റെ സ്വസ്ഥതയാകെ നശിച്ചിരിക്കുന്നു. എന്നോട് ഒരിക്കലെങ്കിലും ക്ഷമിക്കാൻ സുജാതയ്ക്ക് കഴിയും? മറ്റാർക്കും കഴിയില്ല, പക്ഷേ സുജാതയ്ക്ക് കഴിയും. അവൾ ഗണേഷിനെ കാണാൻ രവിയോടൊപ്പം വന്നിരുന്നു. സത്യം? തീർന്നില്ല. ഗണേഷിന്റെ ജീവൻ രക്ഷിച്ചതുകൂടി അവളാണ്. എന്നുവെച്ചാൽ ഗണേഷിന് ബ്ലഡ് ആവശ്യമായി വന്നു. ആ ഗ്രൂപ്പിലുള്ള ബ്ലഡ് അപ്പോൾ സുജാതയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അവളാണ് ഗണേഷിന് പുനർജന്മം നൽകിയത്. എനിക്ക് സുജാതയെ കാണണം. ഇനി സുജാതയെ കണ്ട് എനിക്ക് ക്ഷമ പറയണം. ഗണേഷിന്റെ അസുഖം പൂർണ്ണമായി മാറിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഇതിനെല്ലാം കാരണം ഞാനാണല്ലോ. ഇല്ല, സുജാതയെ കാണാതെ ഇനിയൊരു രാത്രി കൂടി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. നാളെ തന്നെ എനിക്ക് സുജാതയെ കാണണം. ഗണേഷ് കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടതാണ്. ഒരു യാത്രയ്ക്കുള്ള ആരോഗ്യം ഇപ്പൊ ഗണേഷിനില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ നാളെ തന്നെ സുജാതയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നീറിയില്ലാതാകും. എന്നെ ഒന്ന് സഹായിക്കും ഇനി. വരൂ. മിസ്റ്റർ രവി പോയി അവള് വന്നു നോക്കൂ. എന്നാ കുഞ്ഞു മേളിലോട്ട് ചെന്നാട്ട്. നിങ്ങൾ വരുന്നത് വരെ എന്നോട് പരിഭവം പറയായിരുന്നു. ലക്ഷ്മിയമ്മ പോയി വിളിച്ചപ്പോ തന്നെ അവൾ വന്നോ? ആര് പോയി വിളിക്കാൻ? പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആളിങ് എത്തിക്കഴിഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്. ആ കുഞ്ഞു മേളിലോട്ട് ചെന്നാട്ട് കാണാൻ കാത്തിരിക്കുകയായിരിക്കും. മിനി, എനിക്ക് സുജാതയെ നേരിട്ട് കാണാൻ വിഷമമുണ്ട്. നല്ല ആള് തന്നെ. പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്? എങ്കിലും ആ അവള് വന്നു എന്ന് തോന്നുന്നു. ഗണേഷ് ഇവിടെ ഇരിക്കും. ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഐ എം സോറി. ഇതൊക്കെയാണ് സത്യം. പക്ഷെ ഇതൊന്നും അറിഞ്ഞതായി നീ കാണിക്കരുത്. ഗണേഷിന്റെ ആരോഗ്യം നന്നെ മോശമായ നിലയിലാണ്. എങ്ങനെ നിന്നെ നേരിടണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. നീ തന്നെ പോയി ഗണേഷിനെ വിളിച്ചോണ്ട് വരണം. ആ നിനക്ക് പ്രസന്റേഷൻ ഒക്കെ ഗണേഷ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കളിയാക്കുമോ മിനി? ഗണേഷു കൊള്ളാം. നീ കളിയാക്കുമോന്ന് ഭയന്നിട്ടാ ഗണേഷ് കാറിൽ തന്നെ ഇരിക്കുന്നത്. ചെല്ല്. ഗണേഷ്, 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 ഗണേഷ്.